KL71 കലോത്സവ വാർത്തകളിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇവിടെ കലോത്സവ നഗരിയിൽ കാഴ്ചകൾ, വർണ്ണ കാഴ്ചകൾ ഇങ്ങനെ പുരോഗമിക്കുകയാണ്. എല്ലാ കാഴ്ചകളും ഒപ്പിയെടുത്തുകൊണ്ട് നമ്മളിങ്ങനെ സഞ്ചരിക്കുകയാണ്. അപ്പോഴാണ് തായമ്പക മത്സരത്തിൽ, ഹൈസ്കൂൾ വിഭാഗം തായമ്പക മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് ഒന്നാം സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട് ജില്ലയിലേക്ക് മത്സരിക്കാൻ പോകുന്ന നീരജിനെയും അദ്ദേഹത്തിന്റെ ഗുരുനാഥനെയും ശ്രീ നിലമ്പൂർ ഗോപിയെയും നമുക്ക് കിട്ടിയിട്ടുള്ളത്. തീർച്ചയായിട്ടും വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു നിമിഷത്തിലാണ് ഇവർ ഇരു കൂട്ടരും ഉള്ളത്. നമുക്ക് അവരോട് വിശേഷങ്ങൾ ചോദിച്ചറിയാം. മത്സരങ്ങൾ വളരെ സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. തായമ്പക മത്സരം കഴിഞ്ഞ് റിസൾട്ട് വന്ന് ആ സന്തോഷത്തിലായിരിക്കും നിങ്ങൾ എല്ലാവരും, അല്ലെ? എങ്ങനെ ഉണ്ടായിരുന്നു മത്സരം? ടൈറ്റ് ആയിരുന്നു. പെട്ടെന്ന് കയറിയതാണ്. ഫസ്റ്റ് ഇട്ടൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല സപ്പോർട്ട് ചെയ്യുന്നു. പിന്നെ സ്കൂളിൽ നല്ല സപ്പോർട്ട് ചെയ്യുന്നു. ഓക്കെ, മാഷേ പറഞ്ഞോളൂ, എന്താണ് ഈ വർഷത്തെ നിലമ്പൂർ ഉപജില്ലാ കലോത്സവത്തിൽ മന്നം സ്മാരക NSS ചക്കാലപ്പത്തുനിന്ന് ആദ്യമായിട്ടാണ് ഒരു കുട്ടീനെ ഞാൻ തായമ്പക പഠിപ്പിച്ചിട്ട് മത്സരവേദിക്ക് ഇറക്കിയത്. എന്താ ഒരുപാട് സന്തോഷം. ഗുരുനാഥന്മാരുടെ അനുഗ്രഹം കൊണ്ട് ആ കുട്ടിക്ക് ഈ പ്രാവശ്യം നിലമ്പൂർ ജില്ലയിൽ ഫസ്റ്റ് കിട്ടി. ഞങ്ങളിനിപ്പോൾ ജില്ലയിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ ഒന്നും കൂടി മികച്ച രീതിയിൽ പരിശീലിപ്പിച്ചിട്ട് ജില്ലയിൽ നിന്ന് ഞങ്ങൾക്കൊരു നല്ലൊരു സ്ഥാനം നേടണമെന്ന് ആഗ്രഹമുണ്ട്. അതിനു വേണ്ടിയിട്ട് എന്താ പറയുക, നീരജ് ആത്മാർത്ഥമായിട്ട് ശ്രമിക്കും. ഞാനും അതുപോലെ തന്നെ എൻ്റെ കഴിവിൻ്റെ പരമാവധി നല്ല രീതിയിൽ പരിശീലിപ്പിച്ചിട്ട് ഞങ്ങൾ ജില്ലയ്ക്ക് പോകാനുള്ള തയ്യാറെടുപ്പ് ഇന്ന് മുതൽ തുടങ്ങുകയാണ്. തീർച്ചയായിട്ടും ഈ മത്സരത്തിന് വരുമ്പോൾ ഇപ്പൊ നേരത്തെ നമ്മൾ പറയാറുണ്ട്, ഈ സബ് ജില്ലാ കലോത്സവം നിലമ്പൂരിന്റെ മാത്രം പ്രത്യേകത എന്ന തരത്തിൽ ഒരുപാട് മത്സരാർത്ഥികൾ ഉണ്ടാവും എന്നുള്ളതാണ്. ഒരുപാട് ഇനങ്ങളുണ്ട്. ആയിരക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികൾ, രക്ഷിതാക്കളൊക്കെ വരുന്ന ഒരു വലിയ ഇടമായിട്ട്, വലിയൊരു കലോത്സവ നഗരിയായിട്ട്, ഒരു ഉത്സവ നഗരിയായിട്ട് തന്നെ ഇത് മാറുന്നു എന്നുള്ളതാണ് പ്രത്യേകത. അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്ക് ഈ മത്സരാർത്ഥികളുടെ മറ്റ് മത്സരങ്ങളുണ്ട്, മറ്റ് ടീമുകൾ ഉണ്ടായിരുന്നല്ലോ മത്സരിക്കാൻ, അല്ലെ? അവരുടെയൊക്കെ ഒരു നിലവാരം എങ്ങനെയായിരുന്നു? നന്നായി തന്നെ എല്ലാവരും ചെയ്തിട്ടുണ്ട്. അതെ, ഇവിടെ എന്താ പറയാ, ഏറ്റവും വലിയൊരു ഉപജില്ല ഇപ്പൊ നിലമ്പൂരാണെന്നാ തോന്നുന്നത്. കാരണം എന്താ വെച്ചാല് ചെണ്ടമേളം, അതായത് ഹൈസ്കൂൾ വിഭാഗം ചെണ്ടമേളത്തിന് ഏകദേശം 7 or 8 ടീം പങ്കെടുത്തിട്ടുണ്ട്. അതിലിതുപോലെ തന്നെ നമ്മളെ കുട്ടികളും NSS സ്കൂളിന്റെ കുട്ടികളും പങ്കെടുത്തു. അതിന് A ഗ്രേഡ് കിട്ടിയിട്ടുണ്ട്. സന്തോഷം. ആദ്യമായിട്ടാണ് നമ്മളെ NSS സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം, ചക്കാലക്കുത്ത് മന്നം സ്മാരക NSS ഹയർ സെക്കൻഡറി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം അതും ഒരു പ്രത്യേകതയാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മേളം സബ് ജില്ലാ തലത്തിലേക്ക് പോകുന്നത്. ആദ്യമായിട്ടാണ് തായമ്പക മത്സര ഇനത്തിലേക്ക് സ്കൂളിന്റെ വകയായി വരുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഒരു ചരിത്രത്തിന്റെ ഭാഗമാകുക കൂടിയാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത്, അല്ലേ? യെസ്. അങ്ങനെ നോക്കുമ്പോ എന്ത് തോന്നുന്നു? സന്തോഷം തോന്നുന്നോ? സന്തോഷമുണ്ട്. അപ്പൊ ഇനി ജില്ല എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ജില്ലയിലേക്ക് പോകുമ്പോൾ എന്തൊക്കെയാണ് മുൻകരുതൽ? മുൻകരുതലായിട്ടൊന്നുമില്ല. മാഷാണ് എല്ലാത്തിന്റെ ഒരു, അല്ലേ? ഓക്കെ, ഇനി നല്ല രീതിയിൽ മത്സരിപ്പിച്ചിട്ട് ഇനി ഒന്നും കൂടി പ്രാക്ടീസും പരിശീലനമൊക്കെ കൊടുത്തിട്ട് തായമ്പകേന്റെ കുറച്ച് ഭാഗങ്ങളിൽ ഒന്നും കൂടി ഇംപ്രൂവ് ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ ഒന്നും കൂടി ഞങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ട് ജില്ലയിലേക്ക് പോകും. ജില്ലയിൽ നിന്ന് ഞങ്ങൾ സ്ഥാനം നേടും എന്നുള്ള വിശ്വാസം ഉണ്ട്. അപ്പൊ എല്ലാവിധ ആശംസകളും നേരുന്നു. തീർച്ചയായിട്ടും കലോത്സവത്തിന്റെ വർണ്ണക്കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല. ഒരുപാട് മത്സരങ്ങൾ എല്ലാ വേദികളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ കാഴ്ചകൾ നിങ്ങൾക്കരികിലേക്ക് യഥാസമയം എത്തിക്കുന്നതിന് വേണ്ടി KL71 ന്യൂസ് എപ്പോഴും നിങ്ങളോടൊപ്പമുണ്ട്.